Okay, finally. Milk coffee. Yeah. No. Only egg. 2 egg. Okay. Your brother. No. This. Okay. Let's Soft. Yeah. അങ്ങനെ നമ്മളിതാ ഒരു കുറേ ഡ്രൈവ് ചെയ്തിട്ട് ഒരു ചായപ്പൊടിയുണ്ട്, നല്ല വൃത്തിയുള്ള ഷോപ്പാട്ടോ. അപ്പോൾ ഒരു കോഫി ഞാൻ വാങ്ങിച്ച് ഇനിയിപ്പോൾ ഓനോട് ഞാൻ 2 മുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരെ മുട്ട ഉണ്ടാക്കൽ ഈ തക്കാളിൻ്റെ സോസ് വെച്ചിട്ടാണ്. പക്ഷെ നമുക്കത് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തൽക്കാലം ആ ഒരു സംഘക്ക് തിന്നാൻ വേണ്ടി 2 ഉണ്ടാക്കുന്ന ലബോഷ്. ഇതിന് ലബോഷ് എന്നാ പറയാം. ഓക്കെ. ഞാൻ റഹ്മാൻ എത്ര ഓയിൽ ഒഴിച്ചു ബ്രദർ, ഓയിൽ ജ്യാദാ. ഓക്കെ, ഓനകത്തേക്ക് മാറിക്കും പോലും. അപ്പൊ ഇതാണ് ഇവരെ ലവാഷ്. ഇത് ലവാഷും മുട്ടൻ്റെ ഓംലേറ്റ് ഞാൻ വാങ്ങിച്ചേ. ഫൽഫൽ. ഓക്കെ, 2 തരം പൊടി ഇട്ടിട്ട് തിന്നാണ്. ഇവരെ നമ്മളെ പറ്റിക്കൊന്നുമില്ല കേട്ടോ. ഇവർ ശരിക്കും പൈസ പറഞ്ഞു തരും. എനിക്ക് പിന്നെ തിരിയാത്തോണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ നിരക്കാനെ വെച്ചിട്ടുള്ളത്. Who is this? Ayatollah Khamenei, no? Who is this? این خمینی که من بدی اینقدر دیگه باید به من بدی. For food. 180 ببین اونا همش خب شد 180. اینا 1 120. Okay. 130. റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്. ഇറാനില് എവിടെ പോയാലും ഇതൊക്കെ ഫ്രീ ആയിട്ട് ചൂടുവെള്ളം കിട്ടും. ഇതാണ്ടേ ഇത് 24 hours ഇവരിങ്ങനെ ചൂടാക്കി വെക്കും. ആവശ്യക്കാർ വന്നിട്ട് ഇവിടുന്ന് വെള്ളം എടുത്തു കൊണ്ടുപോകും. ഈ സാധനം ഞാൻ കണ്ടത് ഗൾഫിൽ മാത്രമായിട്ടാ. ഇപ്പോൾ GCCയിലെ എല്ലാ അറബികളുടെ വീട്ടിലും പുറത്ത് പിന്നെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും. അതുപോലെ GCC കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ചൂടുവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് ഇറാനിൽ ചൂടുവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഇവർ 24 hours ഈ ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത്. ഇതാണ് ഒരു അറബ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം കൺട്രിയുടെ പ്രത്യേകത. നമ്മൾ അതിന് ശേഷം ഇറാഖ് കഴിഞ്ഞിട്ട് പിന്നെ തുർക്കിയിൽ ഇങ്ങനത്തെ ഇല്ല, ജോർജിയയിലില്ല, റഷ്യയിലില്ല, അർമേനിയയിലില്ല, എവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇതിവിടെ ഇറാനിൽ മാത്രമേ ഉള്ളൂ. നല്ല ചൂടുവെള്ളം ഫ്രീ ആയിട്ട് 24 hours ഈ സ്റ്റൗ ഇങ്ങനെ കത്തിക്കട്ടെ ഇവർ.